കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 15 ശ്ലോകം 27 നമ്മൾ ചെയ്തു. അപ്പം നമ്മൾ ശരിക്കും ആ 18 പിന്നെ ആദ്യത്തെ 8 പ്രധാനമായിട്ടുള്ളതും ആദ്യത്തെ 8 പ്രധാനമായിട്ടുള്ളതാണ് ഇപ്പോൾ ചില ഈശിത്വവും വശിത്വമാണെന്ന് അതിൽ പറഞ്ഞത് അല്ലേ. അതായത് എന്താണ് പറഞ്ഞു വെച്ചാൽ ഭഗവാന്റെ സങ്കല്പങ്ങളൊക്കെ എപ്പോഴും സത്യമായി തീരുമല്ലോ. അങ്ങനെ സത്യസങ്കല്പനായ ഭഗവാനിൽ മനസ്സിനെ പൂർണ്ണമായും ലയിപ്പിച്ച് ഏത് സാധകനാണ് ഭഗവാനെ തന്നെ എപ്പോഴും അങ്ങനെ സത്യസങ്കല്പനായ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കണ ആ സാധകൻ ഈ എല്ലാവരുടെയും നിയന്താവും പൂർണ്ണ സ്വതന്ത്രനുമായിട്ടുള്ള ഭഗവാന്റെ സ്വഭാവം തന്നെ, അല്ലെങ്കിൽ ഭഗവാനെപ്പോലെ തന്നെ ആയിത്തീരും. പൂർണ്ണ സ്വതന്ത്രനും എല്ലാവരുടെയും ഈശ്വരനും ആയിട്ടുള്ള ഭഗവാനെപ്പോലെ തന്നെ ആവും. ഇങ്ങനെ സത്യസങ്കല്പനായ ഭഗവാനെ മനസ്സ് ഉറപ്പിച്ച് നിൽക്കുന്ന സാധകൻ അപ്പം എന്താ ഉണ്ടാവുക വെച്ചാൽ ഭഗവാനെപ്പോലെ തന്നെ ആവുമ്പോൾ ആ സാധകൻ്റെ ആജ്ഞയ്ക്ക് ഭഗവാന്റെ ആജ്ഞ പോലെ തന്നെ ശക്തി ഉണ്ടാവും. ഭഗവാനെ പോലെ തന്നെ ആവിച്ചാൽ ഭഗവാന്റെ ആജ്ഞ അനുസരിക്കണ പോലെ ആ സാധകൻ്റെ ആജ്ഞ എല്ലാവരും അനുസരിക്കുന്ന ഭഗവാനെ പോലെ തന്നെ ആവുന്നതാണ്. നമുക്കങ്ങനെ പറയാം ഏകദേശം. ഇനി വേറെ കുറച്ച് പിന്നെ സിദ്ധികളെ പറ്റി പറഞ്ഞുല്ലോ അല്ലേ, ഈ ത്രികാലജ്ഞാനം അങ്ങനെയുള്ളത് പറഞ്ഞു. ഇനി അതാണ് പറയാൻ പോണ കേട്ടോ അടുത്തത്. ഇനി 28 മദ്ഭക്ത്യാ ശുദ്ധസത്വസ്യ യോഗിനോ ധാരണാവിദ തസ്യ ത്രൈകാലികീ ബുദ്ധിർ ജന്മമൃത്യൂപബൃംഹിതം. ജന്മമൃത്യൂപബൃംഹിതം അതാണ് ഇപ്പം ഇനി ഇതിലെന്താ വെച്ചാൽ മദ്ഭക്ത്യ മീൻസ് എന്നിൽ ഉള്ള ഭക്തി കൊണ്ട് ശുദ്ധസത്വസ്യ ധാരണാവിദോ അതായത് അതിശുദ്ധമായ മനസ്സോടെ ധാരണാ സമ്പ്രദായം അറിയുന്ന ഒരു സാധകൻ, അതായത് ഈ അഷ്ടാംഗയോഗത്തിലത്തെ ധാരണ പിന്നെയാണല്ലോ ധ്യാനം, അങ്ങനെ ധാരണ എന്നുള്ള യോഗമൊക്കെ അറിയുന്ന ഒരു സാധകന് അവനവൻ്റെ തന്നെ ജന്മം മരണം എന്ന് എപ്പോഴാണ് ഞാൻ ജനിച്ചതെന്നോ നമുക്ക് സാധാരണ ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അതും എപ്പോഴാണ് ഞാൻ മരിക്കുകയെന്നും അവർക്കറിയാം. മാത്രമല്ല 3 കാലങ്ങളിലെ എല്ലാറ്റിനെയും പറ്റിയിട്ടും, അതായത് ഭൂതത്തിലത്തെയും വർത്തമാനത്തിലത്തെയും ഭാവിയിലത്തെയും, അതായത് ത്രികാലജ്ഞാനം ഉണ്ടാവുന്ന, അതായത് ഭഗവാൻ ത്രികാലജ്ഞനാണല്ലോ. അപ്പോൾ ത്രികാലജ്ഞനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ധ്യാനിച്ചാൽ നമുക്കും ത്രികാലജ്ഞത്വം ഉണ്ടാവുമെന്നാണ് അതിൽ പറയണത്. അതായത് ഏത് സാധകനാണ് വളരെ പരിശുദ്ധമായ മനസ്സോടെ തീവ്രമായ ഭക്തിയോടെ ഭഗവാനെ ത്രികാലജ്ഞനായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുന്നത്, ആ സാധകന് ത്രികാലജ്ഞത്വം എന്ന സിദ്ധി ഉണ്ടാവും എന്നാണ് 28 പറഞ്ഞത് കേട്ടോ. അതാണ് ഇതിൽ പറയുന്നത്. ത്രികാലജ്ഞനായിട്ടുള്ള ആളെ ധ്യാനിക്കുമ്പോൾ ആ സാധകനും അതെ പൂർവ്വജന്മങ്ങളും എപ്പോഴാണ് മരിക്കുകയെന്നും ഇനി എവിടെ പോയി ജനിക്കുക എന്നും ഒക്കെ അറിയാമെന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഒക്കെ സിദ്ധികളാണ്. അതൊക്കെ അനുഭവമായാൽ ആരുപയോഗിക്കരുതെന്നൊക്കെ പറയട്ടോ. അതാണ്. ഇനി മദ്ഭക്ത്യാ ശുദ്ധ സത്വസ്യ യോഗിനോ ധാരണാവിദ തസ്യ ത്രൈകാലികീ ബുദ്ധിർ ജന്മമൃത്യൂപബൃംഹിത. 29 അജ്ഞാതിഭിർന ഹന്യേതാ മുനേർ യോഗമയം വപുഃ മദ്യോഗശ്രാന്തചിത്തസ്യ യാദസാമുദകം യഥാ. ഇനി അഗ്നിയുടെ ചൂട് തോന്നാതിരിക്കുക, അതാണ് മദ്യോഗശ്രാന്ത ചിത്തസ്യ, എന്നെ ധ്യാനിക്കുന്നതിൽ വ്യാപൃതമായിട്ടുള്ള മനസ്സോടുകൂടിയ മുനേഹേ, അല്ലെങ്കിൽ മുനി പറഞ്ഞാൽ ഇവിടെ സാധകൻ്റെ യോഗമയം, അതായത് യോഗമയമായ വപു ശരീരം, നല്ല യോഗിയാണ് കേട്ടോ, അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ അത്. യാദസാം, അതായത് ഈ
ജലത്തിൽ ജീവിക്കുന്ന ജന്തുക്കൾക്ക് ഉദകം യഥാ ജലം പോലെ. ജലത്തിൽ ജീവിക്കുന്ന ജന്തുക്കൾക്ക് ജലം കൊണ്ട് ശ്വാസം മുട്ടില്ലല്ലോ, അവർക്ക് സുഖമല്ലേ. ജലജീവികൾക്ക് ഭഗവാൻ അങ്ങനെ തരത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തിനുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജലജീവികൾക്ക് ജലത്തിലാണ് കംഫർട്ടബിൾ അല്ലേ. അതുപോലെ അഗ്നി മുതലായവയാൽ ഹന്യേത, അവർക്ക് ഒരു തകരാറും പറ്റില്ല എന്ന്. എന്താണ് ഇപ്പോൾ ഇത് പറഞ്ഞു വെച്ചാൽ, ആരാണ് ഈ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള അല്ലേ, പ്രകൃതിയുടെ ഈ മായയിലത്തെ എല്ലാ ഗുണങ്ങൾക്കും അതീതനല്ലേ ഭഗവാൻ, മായാതീതനാണല്ലോ. അപ്പം മായയിലത്തെ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള എന്നിൽ ഏതു സാധകനാണ് മനസ്സുറപ്പിക്കുന്നവ, ആ ആൾക്ക് ഈ ശീതോഷ്ണം മുതലായ ദ്വന്ദ്വങ്ങളൊന്നും അവനെ ബാധിക്കില്ല, ആ സാധകനെ ബാധിക്കില്ല. അതാണ് പറഞ്ഞത്, അഗ്നിയുടെ ചൂടൊന്നും അറിയില്ല അവർക്ക്. കാരണം ഭഗവാന് അഗ്നിക്കും തണുപ്പിനും എല്ലാ ദ്വന്ദ്വങ്ങൾക്കും അതീതനല്ലേ. അതുപോലെ ആവുന്ന ദ്വന്ദ്വാതീതനായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുന്ന സാധകൻ, അതായത് ഈ ഒരുപാട് ഭഗവാനെ അങ്ങനെ ധ്യാനിക്കുമ്പോൾ ഈ സാധകൻ്റെ ശരീരം യോഗമയാവും. അതാണ് അതിൽ പറയണത്. അപ്പോൾ ജലജന്തുക്കളുടെ ശരീരത്തിന് ജലം എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ലയോ, അതുപോലെ ഈ എല്ലാ ദ്വന്ദ്ങ്ങൾക്കും അതീതനായ, ഗുണങ്ങൾക്ക് അതീതനായ ഭഗവാനിൽ മനസ്സ് തീവ്രമായിട്ട് ഉറപ്പിക്കുന്ന ഒരു ശുദ്ധ ചിത്തത്തോടുകൂടി, തീവ്രഭക്തിയോടുകൂടി ഗുണാതീതനായ ഭഗവാനെ ഭജിക്കുന്നവരെ ഈ ഗുണങ്ങളൊന്നും ബാധിക്കില്ല, ദ്വന്ദ്ങ്ങളൊന്നും ബാധിക്കില്ല. അതായത് ജലജന്തുക്കളെ ജലം ബാധിക്കില്ലല്ലോ, അതുപോലെ അഗ്നി പോലെയുള്ള ശീതോഷ്ണ ഒന്നും ഈ സാധകനെ ബാധിക്കില്ല. അതായത് ദ്വന്ദ്ങ്ങളൊന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ദ്വന്ദ്വാതീതനാവും. എങ്ങനെയായാൽ വളരെ തീവ്രഭക്തിയോടെ പരിശുദ്ധമായ മനസ്സോടെ ദ്വന്ദ്വാതീതനായ ഭഗവാനിൽ മനസ്സ് ലയിപ്പിച്ച ഭക്തനും ദ്വന്ദ്വാതീതനായിത്തീരും എന്നുള്ള പോലെയാണ് അതിൽ പറഞ്ഞത് കേട്ടോ. അജ്ഞാതിഭിർന്ന ഹന്യേത മുനേർയോഗമയം വപുഹു മദ്യോഗശ്രാന്തചിത്തസ്യ യാദസാമുദകം യഥാ മദ്വിഭൂതിരഭിധ്യായൻ ശ്രീവത്സാസ്ത്രവിഭൂഷിതാഃ സ്വജാതപത്രവ്യജനൈഃ സ ഭവേദപരാജിത. 30. ധ്വജാതപത്രവ്യജനൈഃ, ധ്വജം കുട, ആതപത്രം കുടയാണല്ലോ. ധ്വജം, ആതപത്രം, കൊട, വ്യജനം, വീശറി അല്ലെങ്കിൽ വെഞ്ചാമരം, എന്താ ചാത്, ഇവകളോട് ശ്രീവത്സാസ്ത്ര വിഭൂഷിതേഹി, ശ്രീവത്സം സുദർശന ചക്രം, ഇതൊക്കെ ആയുധമായി ധരിച്ചിട്ടുള്ള മദ്വിഭൂതി, എൻ്റെ അവതാരങ്ങളെ അല്ലെങ്കിൽ എൻ്റെ വിഭൂതികളെ, എൻ്റെ പ്രഭാവങ്ങളെ അഭിധ്യായൻ ധ്യാനിക്കുന്ന ആ യോഗി അപരാജിത ഭവേത്, ഒരു പരാജയവും വരില്ല എന്ന്. അതാണ് അപ്പം ഇതിൽ പറഞ്ഞ എന്താ വെച്ചാൽ, അതായത് കഴിഞ്ഞതിൽ പറഞ്ഞൊരു അഗ്നിയാദിഭൂതങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടാത്ത യോഗമയായ ശരീരം നേടിയാൽ ജലം കൊണ്ട് ജലജന്തുക്കൾക്ക് ഒരു തകരാറും ഇല്ലാത്ത പോലെ അഗ്നി കൊണ്ടും ജലം കൊണ്ടൊന്നും സാധകനുണ്ടാവില്ല. അതുപോലെ ഇനി ഇതിലെന്താ പറയണ വെച്ചാൽ, ശ്രീവത്സം, ശംഖ, ചക്രം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചവനും കൊടി, കുട, ചാമരം മുതലായ രാജചിഹ്നങ്ങളോടു കൂടിയും എൻ്റെ അവതാരങ്ങളെ ഏത് സാധകനാണ് ധ്യാനിക്കുന്നത്, ആ സാധകന് ഒരിക്കലും ഒന്നിലും ഒരു പരാജയം സംഭവിക്കില്ല എന്ന്. ശംഖചക്ര ഗദാധാരിയും പിന്നെ ഈ ധ്വജവും കൊടയും വെൺചാമരവും ഒക്കെ ഉള്ളത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ ആരാണ് നല്ല ശുദ്ധചിത്തത്തോടു കൂടി തീവ്രമായി ഭജിക്കുന്ന അവർക്കൊന്നിനും പരാജയം വരില്ല. മദ്വിഭൂതിരഭിധ്യായൻ ശ്രീവത്സാസ്ത്രവിഭൂഷിതാഃ ധ്വജാതപത്രവ്യജനൈഃ സ ഭവേദ് അപരാജിത. അവനൊരിക്കലും പരാജയമില്ല. ഇനി അത് എന്താണ് കൺക്ലൂഡ് ചെയ്യണം കേട്ടോ. ഉപാസകസ്യ മാമേവം യോഗധാരണയാ മുനേഃ സിദ്ധയ പൂർവകഥിത ഉപതിഷ്ഠന്ത്യശേഷതഃ. 31 ഏവം യോഗധാരണയാ, ഈ വിധം യോഗം
അനുഷ്ഠിച്ച് മാം ഉപാസകസ്യ എന്നെ ഉപാസിക്കുന്ന മുനേഹെ മുനിക്ക് അല്ലെങ്കിൽ സാധകന് പൂർവകഥിതാവ മുമ്പ് പറഞ്ഞ സിദ്ധികൾ ഇപ്പം ഇതുവരെ പറഞ്ഞില്ലേ ഏതൊക്കെ സിദ്ധി, ആ സിദ്ധികൾ അശേഷത സകലവും ഉപതിഷ്ഠതി അവർക്ക് വരും. അപ്പം എന്താ കൺക്ലൂഡ് ചെയ്യാണ്, എന്താ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ യോഗാനുഷ്ഠാനം കൊണ്ട് എന്നെ ഉപാസിക്കുന്ന യോഗിക്ക് അല്ലെങ്കിൽ സാധകന് ഈ മുമ്പ് പറഞ്ഞ എല്ലാ സിദ്ധികളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഉണ്ടാവും. ഉപാസകസ്യ മാമേവം യോഗധാരണയാ മുനേഹേ സിദ്ധയ പൂർവകഥിത ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണ്. ഉപതിഷ്ഠന്തി അശേഷത ഒക്കെ ഒരു വിഷമമില്ലാതെ ലഭിക്കും. ഇനി എന്നെ അങ്ങനെ ഭജിക്കണ ആൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ സിദ്ധി കിട്ടിയാൽ അവർക്ക് സന്തോഷമൊന്നുമില്ല, അവർക്ക് സിദ്ധികളൊന്നും വേണമെന്നില്ല, എന്നെ മാത്രമേ വേണ്ടൂ. അതാ പറയണത്. ജിതേന്ദ്രിയസ്യ ദാന്തസ്യ ജിതശ്വാസാത്മനോ മുനേഹേ മദ്ധാരണം ധാരയത കാസാ സിദ്ധി സുദുർലഭ. അവർക്ക് സിദ്ധിയുടെ ആവശ്യം എന്താ? ദാന്തസ്യ അതായത് തന്നിൽ തന്നെ അടങ്ങിയവനും, ജിതേന്ദ്രിയനും, ജിതാശ്വാസാത്മന ശ്വാസത്തിൽ നിയന്ത്രണം ഉണ്ടായവനും, ശ്വാസത്തെ ജയിച്ചവനും, മദ്ധാരണാം ധാരയത എന്നെ ധ്യാനിക്കുന്നവനുമായ മുനേഹെ ഒരു യോഗിക്ക് സുദുർലഭാസാ സിദ്ധി ദുർലഭമായ ആ സിദ്ധി ഏതാണ്? അതാണ് അതിൽ വളരെ ഇതായിട്ടുള്ളതാണ് കേട്ടോ. എന്താ അറിയോ, ജിതേന്ദ്രിയനും അതായത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മനസ്സിനെ അടക്കിയവനും അല്ലെങ്കിൽ മനസ്സിനെ ജയിച്ചവനും പ്രാണനെ ജയിച്ചവനും എന്നെ നിരന്തരം ഉപാസിക്കുന്നവനുമായ ഒരു യോഗിക്ക് ഏത് സിദ്ധിയാണ് വിഷമമുള്ളത്? മാത്രമല്ല എല്ലാ സിദ്ധി ഉണ്ടാവും, എനിക്കുള്ള സിദ്ധികളൊക്കെ ഉണ്ടാവും. ഭഗവാനില്ലാത്ത സിദ്ധി ഒന്നുമില്ലല്ലോ, ഈ 18 അല്ലല്ലോ, ഭഗവാന് പറ്റാത്ത ഒന്നുമില്ല അല്ലേ? അപ്പോൾ സർവസിദ്ധികളും ഇങ്ങനെ ഭഗവാനെ സർവാത്മന ആശ്രയിക്കുന്ന ഒരു സാധകന് സർവസിദ്ധികളും അവരെ ഇങ്ങോട്ട് വന്ന് പുൽകുന്നാണ് പറയണത്. ഈ സിദ്ധന് ആവശ്യമില്ല, സിദ്ധി കിട്ടിയാലും ഭഗവാനെ മാത്രം ആഗ്രഹിക്കുന്ന ഈ സിദ്ധന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാ സിദ്ധികളും ഉണ്ടാവും, പക്ഷേ ആവശ്യമില്ല. അതായത് വിഷയങ്ങളിലൊക്കെ വിരക്തനാണ്. അപ്പോൾ എന്താ ആവശ്യമുള്ളത്? ജിതേന്ദ്രിയനാണ്, പിന്നെയോ ജിതപ്രാണനാണ്, മനസ്സും ജയിച്ച ആളാണ്. അങ്ങനെയുള്ള മുനിക്ക് എന്ത് സിദ്ധിയാ കിട്ടാതിരിക്കുക? അതായത് പിന്നെ കിട്ടിയാലും വേണമെന്നൊന്നുമില്ല. അതാണ് ഇതിൽ പറയണത്. അതേ സിദ്ധനും ഭഗവാനെ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ, വേറെ സിദ്ധികളൊക്കെ വരും, സിദ്ധികളൊക്കെ വന്നു ചേരും. പക്ഷേ എന്ത് സിദ്ധിയാണ് അവർക്ക് ലഭിക്കാത്തത് എന്നാണ് ചോദിച്ചത്. ഉപാസകസ്യ ജിതേന്ദ്രിയസ്യ ദാന്തസ്യ ജിതശ്വാസാത്മനോ മുനേ മദ്ധാരണം ധാരയത കാസാ സിദ്ധി സുദുർലഭ. ഏത് സിദ്ധിയാണ് അവർക്ക് ദുർലഭമായിട്ടുള്ളത്? ഒന്നുമില്ല. എല്ലാം ഭഗവാനുള്ള എല്ലാ സിദ്ധികളും ഉണ്ടാവും. എന്താ വെച്ചാൽ ഭഗവാനെ തന്നെ ലഭിച്ചു, അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ചു, ഭഗവാൻ തന്നെ ആയിത്തീരും അവർ ഇത്ര ഭക്തനാകുമ്പോഴേ. ഇനി ഞാൻ പറയാണ്, അത് ആ സിദ്ധികളൊന്നും ഉപയോഗിക്കാനും പാടില്ലേ. അന്തരായാൻ വദന്ത്യേത യുഞ്ചതോ യോഗമുത്തമം മയാ സമ്പദ്യമാനസ്യ കാലക്ഷപണഹേതവ. 33 ഉത്തമം എന്നെ ഉപാസിക്കുന്ന ഉത്തമമായിട്ടുള്ള യോഗം യുഞ്ചത ഈ യോഗം അനുഷ്ഠിക്കുന്നവന് ഏതാഹ ഈ പറയപ്പെട്ട സിദ്ധികൾ മുമ്പ് പറഞ്ഞില്ല, ഇതൊക്കെ അന്തരായാൻ വദന്തി ശരിക്ക് തടസ്ഥാണ് മോക്ഷത്തിന്. ആ സിദ്ധികൾ ഉപയോഗിച്ചാലേ സിദ്ധികൾ വന്നു എന്ന് അറിഞ്ഞിട്ട് ഈ പറഞ്ഞ സിദ്ധികളൊക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി സ്വന്തം ആവശ്യത്തിന് ചോട്ടെ, അത് മോക്ഷത്തിന് തടസ്ഥാണ്. അപ്പം സിദ്ധികളെയൊക്കെ വന്നാലും അതിനെ അവഗണിക്കണം എന്നാണ് പറയണത്. അന്തരായാൻ വദന്തി തടസ്സങ്ങൾ ഉണ്ടാവുന്ന മയാ സമ്പദ്യമാനസ്യ എന്താ വെച്ചാൽ ഈ സിദ്ധികൾ എന്നെ പ്രാപിക്കാൻ പോകുന്നവന് കാലക്ഷപണഹേതവ. അത് ആ സിദ്ധികളൊക്കെ ഉപയോഗിച്ചിട്ട് വെറുതെ ഡിലേ വരും, താമസം വരും എന്നെ പ്രാപിക്കാൻ. ഈ സിദ്ധികളൊക്കെ ഉപയോഗിച്ച് വെച്ചോട്ടെ, എല്ലാം ലഭിക്കും സിദ്ധികൾ. അതൊക്കെ ഉപയോഗിച്ചാൽ എന്നെ മോക്ഷത്തിന് അല്ലെങ്കിൽ എന്നിൽ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതിന് തടസ്സമായി തീരും, അല്ലെങ്കിൽ ഡിലേ വരും, താമസം വരും എന്ന് പറയണം.
അതാണ് അങ്ങനെ വേണ്ടാന്ന് പറയണത്. ഇങ്ങനെ ഓരോ തരത്തിൽ എന്നെ ധ്യാനിക്കുന്ന ഉപാസകന് ഈ പറഞ്ഞ സിദ്ധികളൊക്കെ തന്നെ വന്നു ചേരും, ശരിയാണ്. പക്ഷേ ഇങ്ങനെ എന്നെ തന്നെ പ്രാപിക്കാൻ ആഗ്രഹിച്ച് ഉത്തമമായിട്ടുള്ള യോഗാനുഷ്ഠാനമൊക്കെ ചെയ്യണ ഈ സാധകന് ഈ സിദ്ധികളൊക്കെ വിഘ്നങ്ങളാണെന്നും, അതായത് മോക്ഷത്തിന് വിഘ്നങ്ങളാണെന്നും ഭഗവാനെ പ്രാപിക്കുന്നതിന് വിഘ്നങ്ങളാണെന്നും താൻ അവനവൻ്റെ കാലത്തെ അത് വെറുതെ വ്യർത്ഥമാക്കുമെന്നും മോക്ഷത്തിന് അതൊരു തടസ്സമായിട്ടും അതിന് കാലതാമസം ഉണ്ടാക്കുമെന്നും പറയുന്നു എന്നാണ് പറയണത്. അതങ്ങനെയാണ് അത് പറയണത്. അന്തരായാൻ വദന്ത്യേതാ യുഞ്ജതോ യോഗമുത്തമം നോക്കട്ടെ കേട്ടോ, ഒരു സെക്കൻഡ്. അത് കഴിഞ്ഞല്ലോ അല്ലേ 33. അപ്പോൾ അതിനിടയ്ക്കൊരു ആരോ ബെല്ലടിച്ചു, അപ്പം ഞാൻ നോക്കിയതാണ്. 34. ജന്മൗഷധി തപോ മന്ത്രൈർ യാവതീരിഹ സിദ്ധയ യോഗേനാപ്നോതി താ സർവാ നാന്യേർ യോഗഗതിം വ്രജേത്. അപ്പോൾ 34 ജന്മൗഷധി തപോ മന്ത്രേഹേ. ജന്മം, ഔഷധം, മരുന്ന്, തപസ്, മന്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ സിദ്ധിക്കേണ്ട യാവതിഹി സിദ്ധയ, എത്ര സിദ്ധികൾ ഇഹ ഈ ലോകത്തിലുണ്ടോ, താ സർവാ യോഗേന, അവ എല്ലാറ്റിനെയും ഇപ്പറഞ്ഞ യോഗാനുഷ്ഠാനം കൊണ്ട് ആപ്നോതി ലഭിക്കുന്നു. അന്യൈഹി, ജന്മം മുതലായ അന്യസാധനകളാൽ യോഗഗതിം, യോഗം വഴി സിദ്ധിക്കേണ്ട എൻ്റെ സാലോക്യം, അതായത് മോക്ഷം, ന വ്രജേത്, പ്രാപിക്കുന്നില്ല. എന്താണപ്പോൾ ഇതിൽ പറയാൻ നോക്കണ ഭഗവാൻ ചാൽ, ഈ ജന്മം, ഔഷധം, തപസ്, മന്ത്രം, ഇതുകൊണ്ടൊക്കെ, അതായത് ജനിച്ചാൽ നല്ല ദിക്കിൽ ജനിക്കുക, അങ്ങനെ പിന്നെ നല്ല മരുന്നുകൾ കഴിച്ചാൽ ദണ്ണം മാറുമല്ലോ, തപസ്സുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുക, മന്ത്രങ്ങളും കൊടുക്കുക, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നേടാവുന്ന എല്ലാ ഫലങ്ങളും, അതായത് ജന്മം കൊണ്ടും മരുന്നുകൊണ്ടും തപസ്സുകൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും നമുക്ക് നേടാവുന്ന എല്ലാ ഫലങ്ങളും പിന്നെ ഭക്തിയോഗം കൊണ്ട് നേടാൻ പറ്റുന്ന അതാണ്. ഭക്തി കൊണ്ട് മാത്രം നമുക്ക് ജന്മം കൊണ്ടും ഔഷധം കൊണ്ടും തപസ് കൊണ്ടും പിന്നെ എന്താ പറയുക, മന്ത്രങ്ങൾ കൊണ്ടും നേടാവുന്നതൊക്കെ ഭഗവാനെയുള്ള ഭക്തി കൊണ്ട് മാത്രം നേടാം. എന്നാൽ ഭക്തി കൊണ്ട് കിട്ടുന്ന ആ മോക്ഷം ഉണ്ടല്ലോ, അത് ഇപ്പറഞ്ഞ ഒന്നുകൊണ്ടും, അതായത് ജന്മം കൊണ്ടും പിന്നെ മരുന്നുകൊണ്ടും തപസ് കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും ഭക്തി കൊണ്ട് കിട്ടുന്ന മോക്ഷം അതുകൊണ്ടൊന്നും കിട്ടുന്നതല്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. അതാണ് അത്. നമുക്ക് ജന്മം, ഔഷധം, തപസ്, മന്ത്രങ്ങൾ, ഇതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ലഭിക്കുമോ അതൊക്കെ വെറും ഭക്തി കൊണ്ട് പറ്റുന്ന, അതായത് ഭക്തി യോഗം കൊണ്ട്, യോഗാനുഷ്ഠാനം കൊണ്ട് പറ്റും. പക്ഷേ ഭക്തി കൊണ്ട് കിട്ടുന്ന ആ ഒരു മോക്ഷം ഉണ്ടല്ലോ, സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം, ഈ മോക്ഷങ്ങളൊന്നും ജന്മ ഔഷധ തപോമന്ത്രങ്ങൾ കൊണ്ട് കിട്ടില്ല. അതായത് അതിൻ്റെ ഒന്നേ ഉള്ളൂ അർത്ഥം, ഭക്തി ഇല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭഗവാനിൽ ഭക്തി ഇല്ലാതെ ജ്ഞാനം പോലും കാര്യമില്ല എന്നാണ് പറയണത്. അതായത് ശരിക്കും ജ്ഞാനം അല്ല, അല്ല ഭക്തിയോട് കൂടിയിട്ടുള്ളതാണ് ശരിക്കും ജ്ഞാനം എന്നാണ്, അതാണ് പറയണത്. അതായത് ഭക്തി കൊണ്ട് കിട്ടുന്ന ആ സായുജ്യം ഉണ്ടല്ലോ, മറ്റൊന്നുകൊണ്ടും കിട്ടുകയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ജന്മൗഷധി തപോമന്ത്രൈർ യാവതീരിഹ സിദ്ധയ യോഗേനാപ്നോതി താഹ സർവാ നാന്യേർ യോഗഗതിം വ്രജേത്. ഈ യോഗം കൊണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ ഭക്തിയോഗം, ഭക്തിയോട് കൂടിയിട്ട് അഷ്ടാംഗയോഗമൊക്കെ ചെയ്യണേ. അതായത് ഭക്തി ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ഈ യോഗം കൊണ്ട് സിദ്ധിക്കുന്ന ഗതിയെ ബാക്കി ഒന്നുകൊണ്ടും കിട്ടാൻ സാധിക്കില്ല. ഇനി 35 അതെന്തുകൊണ്ടാണെന്ന് പറയണേ. സർവാസാമഭി സിദ്ധീനാം ഹേതുപതിരഹം പ്രഭു. എന്താ കാരണം അങ്ങനെ കിട്ടില്ല എന്ന് പറയാൻ? ഭക്തി കൊണ്ട്, അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന യോഗാനുഷ്ഠാനം കൊണ്ട് കിട്ടുന്ന സിദ്ധികളൊന്നും ബാക്കി ഒന്നുകൊണ്ടും കിട്ടുകയില്ല എന്ന് പറഞ്ഞല്ലോ. അതിനെന്താ കാരണം എന്ന് പറയണം.
സർവാസാമപി സിദ്ധീനാം ഹേതുപതിരഹം പ്രഭു അഹം യോഗസ്യ സാഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനാം. അഹം, ഭഗവാൻ പറയാണ്, ഞാൻ സർവാസാം സിദ്ധീനാം, സകല സിദ്ധികൾക്കും ഹേതു, ഞാൻ ആണ് എല്ലാ സിദ്ധികളും എല്ലാവർക്കും നൽകണതേ. സർവസിദ്ധിയുടെയും ഉറവിടാണ്, ഹേതുവാണ്, കാരണഭൂതനാണ്. പതിഹി, രക്ഷിക്കുന്നവൻ. പ്രഭു, സ്വാമി, അഭി എന്നു മാത്രമല്ല, സ്വാമിയും പ്രഭുവാണെന്ന് മാത്രമല്ല, യോഗസ്യ അതായത് മോക്ഷത്തിനും, സാഖ്യസ്യ അതിൻ്റെ സാധനയാകുന്ന ജ്ഞാനത്തിനും, മോക്ഷത്തിനും ജ്ഞാനത്തിനും, അതായത് മോക്ഷം കിട്ടാൻ വേണ്ടി നമുക്ക് ജ്ഞാനയോഗം വേണം വെച്ചാൽ ആ ജ്ഞാനത്തിനും, ധർമ്മസ്യ ധർമ്മത്തിനും, ബ്രഹ്മവാദീനാം അതിനെ ഉപേക്ഷിക്കുന്ന വേദം അറിയുന്നവർക്കും അഹം ഞാൻ തന്നെയാണ് പ്രഭു. അതാണ്. അതുകൊണ്ടാണ് എന്നിൽ അർപ്പിച്ച മനസ്സില്ലാതെ വേറെ ഒന്നുകൊണ്ടും കാര്യമില്ല എന്ന് പറഞ്ഞത്, ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ എല്ലാ സിദ്ധികളുടെയും ഉറവിടവും അല്ലെങ്കിൽ എല്ലാ സിദ്ധികളുടെയും കാരണവും അതിനെ പാലിക്കുന്നവനും നമ്മുടെ എല്ലാറ്റിനും ഫലം തരുന്നവനും ഫലദാതാവും ഒക്കെ ഞാനാണ്, പ്രഭുവാണ്. മാത്രമല്ല യോഗത്തിൻ്റെയും സാഖ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വേദം ഉപദേശിക്കുന്നവരുടെയും ഒക്കെ ഈശ്വരനാണ് ഞാൻ. എല്ലാവരുടെയും നാഥനാണ് ഞാൻ, നിയന്താവാണ് ഞാൻ. അതാണ്. അപ്പം പിന്നെ എന്നിൽ ശരണമടയാതെ ഈ പറഞ്ഞതൊന്നും കിട്ടില്ല. എന്നെ ഞാനാണ് എല്ലാവർക്കും സിദ്ധികൾ കൊടുക്കണമെന്നാണ് പറയണേ. എനിക്ക് ഭയങ്കര ജലദോഷമാണ് കേട്ടോ, എൻ്റെ ശബ്ദമൊക്കെ. അപ്പം എന്താ പറയുക വെച്ചാൽ എല്ലാ സിദ്ധികളുടെയും കാരണം സർവശക്തനായ ഞാനാണ്. അതിനെയൊക്കെ പരിപാലിക്കണതും ഞാനാണ് അല്ലേ. പരിപാലനം ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്കണതും സ്ഥിതിയും പരിപാലകനും സംഹാരം. അപ്പോൾ സിദ്ധികളുടെ മാത്രമല്ല, ഞാൻ സാഖ്യയോഗത്തിൻ്റെയും അഷ്ടാംഗയോഗത്തിൻ്റെയും രാജയോഗത്തിൻ്റെയും ഭക്തിയോഗത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ബ്രഹ്മജ്ഞാനികളുടെയും ഒക്കെ ബ്രഹ്മജ്ഞാനികളുടെ എല്ലാം പരിപാലകനും നാഥനുമാണ് ഞാൻ. അപ്പം പിന്നെ എന്നിൽ മനസ്സുറപ്പിക്കാതെ ഇതൊന്നും സാധിക്കില്ല. അതാണ് പറഞ്ഞത്. സർവാസാമപി സിദ്ധീനാം ഹേതുപതിരഹം പ്രഭു അഹം യോഗസ്യ സാഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനാം. ഈ ഒരു അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകമാണ് 15-ത്തെ നമ്മൾ ഈ സിദ്ധികൾ എന്നുള്ള അധ്യായത്തിലത്തെ കേട്ടോ. അഹമാത്മാന്തരോ ബാഹ്യോനാവൃത സർവദേഹിനാം യഥാ ഭൂതാനി ഭൂതേഷു ബഹിരന്ത സ്വയം യഥാ. ഭഗവാൻ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. അതാണ് പറയുന്നത്, അഹം ഞാൻ സർവദേഹിനാം എല്ലാ പ്രാണികൾക്കും, ആന്തരഹ ആത്മാ അന്തര്യാമിയാണ്, അവരുടെ ആത്മാവാണ്, ബാഹ്യ അനാവൃത സർവം വ്യാപിച്ച് ഞാൻ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നവനാണ്. ഏതുകൊണ്ടും അനാച്ഛാദനാണെന്ന് പറഞ്ഞാൽ ഭഗവാനെ മറക്കാൻ പറ്റില്ല, എല്ലാ ദിക്കിലും ഉണ്ട്. ഭൂതേഷു അതായത് എല്ലാ ഭൂതങ്ങളിലും, യഥാ എപ്രകാരം, ഭൂതാനി പിന്നെ പഞ്ചഭൂതങ്ങളിലും, അതായത് ഭൂതങ്ങളെ പറഞ്ഞു വെച്ചാൽ എല്ലാ ജീവജാലങ്ങളിലും, ഈ പ്രകൃതിയിലത്തെ പഞ്ചഭൂതങ്ങളിലും പഞ്ചതന്മാത്രകളിലും, അന്തഃ ബഹി തഥാ അകത്തും പുറത്തും എപ്രകാരം സ്വയം ഞാൻ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ ധ്യാനിക്കാതെ വെച്ചാൽ ഭഗവാനാണ് ഈ പ്രപഞ്ചേ, ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം. ആ ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ അല്ലേ. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മാകാരമായി നിൽക്കുന്ന ഭഗവാനാണ്, അല്ലെങ്കിൽ വിശ്വാകാരമായി നിൽക്കുന്ന ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളടക്കം എല്ലാം ഈ ഭഗവാനാണെന്നാണ് പറയുന്നത്. അതായത് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുകയാണ്. വേറൊരു സ്ഥലം ഭഗവാൻ ഇല്ലാതെ ഒരു ഡോട്ട് പോലും ഇല്ല. അപ്പം പിന്നെ ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. സർവവ്യാപി എന്നുള്ള ആ വാക്കിന് ശരിക്കും വലിയ അർത്ഥമാണ്. സർവവ്യാപി പറഞ്ഞാൽ എന്താ, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണെങ്കിൽ വേറൊരു ശക്തിക്ക് എവിടെയാണ് സ്ഥാനം? എല്ലാ ദിക്കിലും, അകത്തും പുറത്തും
ജീവജാലങ്ങളിലും പഞ്ചഭൂതങ്ങളിലും കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. ഇനി വേറൊരു ശക്തിക്ക് നിറഞ്ഞു നിൽക്കാൻ ഒരു സൂചി കുത്താനുള്ള സ്ഥലമില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള ആ അദ്വൈതത്തിലേക്ക് എത്തിപ്പോൾ നമ്മൾ. അതാണ് വളരെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് പിന്നെ എന്താ പറയുക വ്യാസമഹർഷി അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ എന്താണ്, ഞാൻ തന്നെയാണ് സകല ജീവജാലങ്ങളുടെ ഉള്ളിലും പുറത്തും ഒരു മറ കൂടാതെ ആത്മാവായിട്ട് ഞാൻ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുകയാണ്. സർവ്വചരാചരങ്ങളുടെ അകത്തും പുറത്തും ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എന്നെ ധ്യാനിക്കുക മാത്രമേ വേണ്ടൂ, സർവ്വസിദ്ധികൾക്കെന്ന് പറയാനില്ലല്ലോ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മൾ ഈ അധ്യായം ഇങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഈ അവസാനത്തെ ശ്ലോകം വായിച്ച് നമുക്ക് നിർത്താം. അഹമാത്മാന്തരോ ബാഹ്യോ നാവൃത സർവദേഹിനം യഥാ ഭൂതാനി ഭൂതേഷു ബഹിരന്തസ്വയം തഥാ. ഞാൻ സർവപ്രാണികളുടെ ആത്മാവ് അന്തര്യാമിയാണ്. ഞാൻ ഈ കാണുന്ന വസ്തുക്കളിൽ മുഴുവൻ അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ 15ാം അധ്യായം നമുക്ക് അങ്ങനെ സർവവ്യാപിയും സർവാന്തര്യാമിയും സർവശക്തനും സർവനിയന്താവും സർവസ്വതന്ത്രനും ഒക്കെ പറഞ്ഞുല്ലോ. അങ്ങനത്തെ ആ ഭഗവാനെ നമസ്കരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ മേ.